എന്നും തയ്യാറാക്കുന്ന ചായ ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അന്യായ രുചിയാണ്. സാധാരണ ചായയിൽ നിന്ന് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഈ ചേരുവയിൽ ഒരു തവണ ചായ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചായ തയ്യാറാക്കുള്ളൂ. അത്രയ്ക്ക് രുചിയാണ്. ഞാൻ അക്ബർ, വെൽക്കം ടു രുചി ലാബ്. നമ്മുടെ വീഡിയോസ് കാണുന്നവരിൽ 95% കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ മസാല ടീ തയ്യാറാക്കാൻ നോക്കാം. 2 ഗ്ലാസ് ചായയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് 250 ml ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി 3 ഏലക്ക ഇതുപോലൊന്ന് ചെറുതായിട്ട് ചതച്ച് ചേർക്കാം. ഏലക്ക വലിയ സൈസാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി ഈ ചായക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒരു 1 ഇഞ്ച് വലുപ്പത്തിൽ മാത്രമുള്ള ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ഇഞ്ച് മാത്രം വലുപ്പത്തിലുള്ള കറുവപ്പട്ട, ഗ്രാമ്പു 1 എണ്ണം, അതുപോലെ തന്നെ 2 കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടുതൽ ചേർക്കരുത്, ടേസ്റ്റ് മാറിപ്പോവും. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടുള്ള പാലൊഴിച്ചുണ്ടാക്കുന്ന ചായയും പാല് ചൂടാക്കാതെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ചായയും ടേസ്റ്റ് തമ്മിൽ നല്ല മാറ്റം ഉണ്ടാവും. 250 ml കപ്പിൽ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല കട്ടിയുള്ള ഫുൾ ക്രീം മിൽക്കാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് മൈക്രോവേവ് ഓവനിലാണ് ചൂടാക്കുന്നത്. 1 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പാല് നന്നായിട്ട് ചൂടാക്കി കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ പാല് തിളപ്പിച്ചാലും മതി. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് 2.5 ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും നല്ല ബ്രാൻഡിൻ്റെ ചായപ്പൊടി എടുക്കുക, എന്നാലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എടുത്തിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് മുകളിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സ്ട്രോങ് ചായയാണ്. നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചായപ്പൊടി കൂടുതൽ ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതുപോലെ തവി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് സമയം ഇതുപോലെ തവി വെച്ച് നന്നായിട്ട് ഇളക്കി ചായ ഒന്ന് സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ അല്പം കുറച്ചെടുക്കുക. ഇനി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തവി വെച്ച് ഇടവിട്ട് ഇളക്കി കൊടുത്തിട്ട് 1-2 മിനിറ്റ് സമയം തിളപ്പിക്കണം. എന്നാലായിരിക്കും നമ്മൾ ചേർത്ത പാലും അതുപോലെ തന്നെ ചായയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നല്ല കടുപ്പത്തിൽ കിട്ടുക. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങി വരും. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചായ പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. സ്പൈസസ് ചായയിൽ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ മാറിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഇത് ചുരുങ്ങിയത് 2 തവണയെങ്കിലും ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ചായക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നെപ്പോലെ നല്ല ചൂടോടുകൂടി ചായ കുടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചായ അടിച്ചതിന് ശേഷം ഒന്നുകൂടി ചൂടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചായ കൂടുതൽ സമയം വെക്കാതെ കുടിക്കാൻ നോക്കുക. ഫ്ലേവർ മാറാൻ ചാൻസ് ഉണ്ട്. ചായ, കോഫി ഇതുപോലുള്ള ഏതൊക്കെ റെസിപ്പികളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മൾ മുമ്പ് ചെയ്ത ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു വെറൈറ്റി ചായൻ്റെ വീഡിയോ ആണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.